ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയമുള്ളവരെ, അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു. ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന ദൂത് ജ്ഞാനം 16:21. ഭക്ഷിക്കുന്നവൻ്റെ രുചിക്കൊത്ത് അത് രൂപാന്തരപ്പെട്ടു. ഓരോരുത്തരുടെയും രുചി വിഭിന്നമാണ്. അവരവരുടെ ഇഷ്ടങ്ങൾ അനുസരിച്ച്, സ്വാദ് അനുസരിച്ച്, രുചി അനുസരിച്ച് ഓരോരുത്തർ ഭക്ഷണം തിരഞ്ഞെടുക്കും, പാകം ചെയ്യും, ഭക്ഷിക്കും. എന്നാൽ ആര് ഭക്ഷിക്കുന്നോ അവരുടെ രുചിക്കൊത്ത് രൂപാന്തരപ്പെടുന്ന ഒരത്ഭുതമുണ്ട്. അതാണ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പം. ഭക്ഷിക്കുന്നവന്റെ രുചിക്കൊത്ത് അത് രൂപാന്തരപ്പെടും. ഇന്ന് കണ്ണീരണിഞ്ഞവരാണോ? ആ കണ്ണീർ തുടയ്ക്കുന്ന അപ്പമായി അത് രൂപാന്തരപ്പെടും. ഇന്ന് രോഗിയെങ്കിൽ സൗഖ്യമായി, കുറവുള്ളവനെങ്കിൽ നിറവുള്ളവനാക്കി, ഇടറിപ്പോകുന്നവനെങ്കിൽ പിടിച്ചു നിർത്തി, രോഗിയെങ്കിൽ സൗഖ്യമാക്കി, തകർന്നു പോയവനെങ്കിൽ ഉയർത്തി നിർത്തി. ഓരോരുത്തരുടെയും ആവശ്യത്തിനനുസരിച്ച് അത് രൂപാന്തരപ്പെടും. അത് ജീവന്റെ അപ്പമാ, മാലാഖമാരുടെ അപ്പമാ, ദൈവദൂതന്മാരുടെ അപ്പമാ, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പമാ. വിശ്വാസത്തോടെ സ്വീകരിച്ചാൽ ഓരോരുത്തരുടെ ആവശ്യത്തിന് അനുസരിച്ച്, ഓരോരുത്തരുടെ രുചിക്കനുസരിച്ച് അത് രൂപാന്തരപ്പെടും. കരുണാമയനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ.